ഇന്ന് നമുക്ക് ചുമക്കുള്ള, അതായത് ചുമ വരാതിരിക്കാൻ നമുക്കൊരു റെസിസ്റ്റിംഗ് പവർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊടിക്കൈ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പനങ്കൽക്കണ്ടം. പനങ്കൽക്കണ്ടം നമുക്ക് അങ്ങാടിപ്പെട്ടി എന്നൊക്കെ വാങ്ങാൻ കിട്ടും, പലചരക്ക് കടയിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അങ്ങാടിപ്പെട്ടി എന്ന് പറഞ്ഞാൽ ആയുർവേദ മരുന്ന് കടകളിൽ നിന്ന് പനങ്കൽക്കണ്ടം വാങ്ങാൻ കിട്ടും. ഒന്നത്. രണ്ട്, തുളസി മൊയിൽച്ചെവിയന്റെ ഇലയും കൂടി ഉണക്കിയത്. ഇപ്പൊ മൊയിൽച്ചെവിയന്റെ ഇല എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അതൊന്നും വേണ്ട. തുളസിയുടെ ഇല കിട്ടുമെങ്കിൽ തുളസിയുടെ ഇല ഓപ്ഷണലാണ്. തുളസി മൊയിൽച്ചെവിയന്റെ ഇല ഇട്ടാൽ നല്ലതാണ്. പിന്നെ അടുത്തത് തിപ്പല്ലി. ഇതും അങ്ങാടിപ്പെട്ടി തന്നെയാണ് വാങ്ങാൻ നമുക്ക് കിട്ടുക, തിപ്പല്ലി. ഇനി ഇത് ചുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണല്ലോ ചുക്ക്. അടുത്താണ് കുരുമുളക്. പിന്നെ നല്ല ജീരകം, സജീരകമോ പെരുംജീരകമോ ഒന്നുമല്ല, നല്ല ജീരകം. ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് ചുമക്കുള്ളൊരു മരുന്നുണ്ടാക്കാം. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉണക്കണം കേട്ടോ. അതായത് നമുക്ക് തിപ്പല്ലി കടയിൽ നിന്ന് വാങ്ങി നേരെ തന്നെ നമുക്ക് പൊടിക്കാൻ പാടില്ല. ഇത് ഒന്നുകിൽ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചെറിയ ചൂടാക്കി എടുക്കുക. ഏറ്റവും നല്ലത് വെയിലത്ത് വെച്ച് ചൂടാക്കുന്നതായിരിക്കും. അതുപോലെ ചുക്കും ഒന്ന് ചൂടാക്കി എടുക്കുക, കുരുമുളകും ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ സാധനം. നമുക്കിത് പൊടിക്കാം. ഇപ്പോ ഈ പനങ്കൽക്കണ്ടം മധുരമാണല്ലോ, അപ്പൊ കുട്ടികൾക്ക്, ഞാനിപ്പോ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ അപ്പച്ചന് ഇതിന്റെ മധുരം അധികം ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് ആദ്യം വീട്ടിലെല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് മധുരം കുറച്ചിട്ട് കുടിക്കാം. പിന്നെ നമുക്ക് കുട്ടികൾക്ക് എരിവായി കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മധുരമാക്കി എടുക്കാം. അപ്പോൾ ആദ്യം മധുരമില്ലാത്തത് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം മക്കൾക്ക് നന്നായി കുറച്ചും കൂടി പനങ്കൽക്കണ്ടം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് അവർ തന്നെ കഴിക്കില്ലെങ്കിൽ നാരങ്ങ നീരിലോ തേനിലോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുമ, ജലദോഷം ഇതെല്ലാം മാറും ചെയ്യും. ഇടയ്ക്കിടയ്ക്കുള്ള കിച്ച് ചുമ ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. സ്ഥിരം ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിൽ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് വിചാരിച്ചാണ് ഇത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതെല്ലാം കൂടി ഒന്നിച്ചിടാം ഒരു പാത്രത്തിലേക്ക്. കുരുമുളക് എടുത്തിട്ടു, ചുക്ക് അമ്മീമ വെച്ചൊന്ന് ചതച്ചാണ്ടല്ലോ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഞാനിപ്പോ അമ്മീമ വെച്ച് ചതയ്ക്കണമൊന്നുമില്ല. അമ്മീമ വെച്ച് ചതയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഞാൻ നേരെ ഇതിലേക്ക് ഇടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് തിപ്പല്ലി, അതിട്ട്. ഇനി ജീരകം, ഇത് മുഴുവനൊന്നും ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. ഒരു പിടി ജീരകം ഇട്ടാൽ മതി, ഒരു പിടി ജീരകം. ഇനി ഇതെന്താ, തുളസിയുടെ ഇലയും മുയൽച്ചെവിയന്റെ ഇലയും കൂടി ഉണക്കിയതാണ്. ഇതിന്റെ കൂടെ ആടലോടകത്തിന്റെ ഇല കിട്ടുമെങ്കിൽ അതും കൂടി ഉണക്കിയിട്ടാൽ നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ ഇത് ഉണങ്ങാൻ കുറെ സമയം വേണ്ടിയിരുന്നു. ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കിയതല്ല. ഞാനിത് ചോറൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അടുപ്പിൽ തീ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു മൺകലം വെച്ചു. മൺകലം ചൂടായി കഴിഞ്ഞപ്പോൾ ഇത് അതിലേക്ക് ഇട്ടു. നല്ല കണ്ടീഷനിൽ ഇത് ഉണങ്ങി കിട്ടി. ഓക്കെ, ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണങ്ങി കിട്ടാൻ. ഇത് നമുക്ക് ആദ്യം കുറച്ച് പനങ്കൽക്കണ്ടം ഇടാം കേട്ടോ. കുറച്ച്, ഒരു പിടി, കുറച്ചും കൂടി ഇടാം. കാരണം മധുരം കൂടി കഴിഞ്ഞാൽ വീട്ടിൽ പ്രായമായവർക്ക് അത് അത്ര ഇഷ്ടപ്പെടില്ല. നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഉപയോഗിക്കണം എന്നതിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുക. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാം. നമുക്ക് ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം. ഇപ്പൊ അതൊന്നും നോക്കാം. ചുക്ക് 50 ഗ്രാം, കുരുമുളക് 30 ഗ്രാം, തിപ്പല്ലി 30 ഗ്രാം, ജീരകം 1 സ്പൂൺ, ചെറിയൊരു സ്പൂൺ, പനങ്കൽക്കണ്ടം 100 ഗ്രാം. 100 ഗ്രാം നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ. മധുരത്തിന്റെ ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും താല്പര്യം പോലെ മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ തുളസിയുടെ ഇലയും മുയൽച്ചെവിയന്റെ ഇലയും അത് ഒരു നുള്ളാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കിട്ടണല്ലേ, ഇപ്പൊ നമുക്കറിയാം ആടലോടകത്തിന്റെ ഇല ചിലരുടെ അടുത്ത് ഉണ്ടാവും. അതല്ലെങ്കിൽ അതൊക്കെ ഇട്ടാൽ നല്ലതാണ്. പിന്നെ നെല്ലുകുത്തരി, നമുക്ക് നല്ല നെല്ലുകുത്തരി കിട്ടുകയാണെങ്കിൽ അതും നെല്ലും കുറച്ചൊരു പിഞ്ച്, ഒരു നുള്ളിട്ടാൽ ഒന്നും കൂടി ഔഷധ ഗുണം കൂടും. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയിലേക്ക് ഇടാം. പൊടിച്ചിട്ട് വരാട്ടെ. അപ്പൊ നമ്മൾ പൊടിച്ചിട്ടുണ്ട്. ഈ വലിയ പാത്രത്തിലുള്ളത് മധുരം കുറച്ച് കൂടിയത്, കാരണം കൊച്ചു കുട്ടികൾക്ക്, ഇവിടെ കൊച്ചു കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് മധുരം ഇല്ലാത്ത കൊടുത്ത് ഓടിപ്പോകുമല്ലോ. കൽക്കണ്ടം നമുക്കറിയാം ചുമപ്പിക്കാൻ നല്ലതാണ്. അപ്പൊ കുറച്ചും കൂടി പനങ്കൽക്കണ്ടം ഞാൻ കൂടുതലിട്ട് നല്ല തരിയായിട്ട് പൊടിച്ചു വിട്ടാൽ നല്ല നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. മിക്സിയിലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സിയുടെ ബ്ലേഡ് കംപ്ലൈന്റ് ആവാണ്ടിരിക്കുക. ഇത് ചുക്കൊന്ന് ചതച്ചിട്ട് ഇട്ടോ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലേഡ് കംപ്ലൈന്റ് ആവും. ഇത് മധുരം കുറവ്, നമ്മൾ നേരത്തെ എടുത്ത കൽക്കണ്ടം ഉണ്ടല്ലോ, ആ ഒരു 100 ഗ്രാം കൽക്കണ്ടം ഇട്ട് പൊടിച്ചതാണിത്. മധുരം കുറവാണ്. ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു 50 ഗ്രാം കൽക്കണ്ടം കൂടി ഇട്ടു.
കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി മധുരം കൂടാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി പനം കൽക്കണ്ടം കിട്ടിയില്ല, നമ്മുടെ സാധാരണ കൽക്കണ്ടം കിട്ടുമല്ലോ, അത് വെച്ചിട്ടായാലും ചെയ്യാം. പക്ഷെ ഗുണം കുറച്ച് കുറയും കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു, നമുക്ക് ഇത് തേനാണ്. തേനിൽ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അതായത് ഇപ്പോ എരിവാകുമ്പോൾ അവർ കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ തേന കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ കൊടുക്കുക. ഇനി ഈ തേൻ എന്ന് പറയുന്ന സാധനം കുട്ടികളുടെ വയറ് ടൈറ്റ് ആക്കുന്ന ഒന്നാണ്. അപ്പൊ മോഷൻ ടൈറ്റ് ആവും. അപ്പൊ നമുക്ക് ഉപയോഗിക്കാം ചെറുനാരങ്ങയുടെ നീരിലാണെങ്കിലും കുറച്ച് തേൻ ഉപയോഗിച്ചിട്ട് കൊടുക്കുക. ഓക്കെ. അപ്പൊ തേൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, തേൻ നല്ലതാണ്, ബുദ്ധിക്കൊക്കെ നല്ലതാണ്. ചിലപ്പോൾ നമ്മുടെ വയറ് മോഷൻ ടൈറ്റ് ആവും. അതുകൊണ്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരിലായാലും കൊടുക്കുക. ഈ പൊടി ആക്കിയതിന് ശേഷം ചില്ലുകുപ്പികളിട്ട് നന്നായി അടച്ചു വെക്കുമ്പോൾ നമ്മുടെ ജാമിന്റെ ഒക്കെ കുപ്പികളുണ്ടാവും അല്ലേ, ആ കുപ്പികളിലിട്ട് നന്നായി അടച്ച് സൂക്ഷിച്ചു വെക്കുക. പ്ലാസ്റ്റിക് കുപ്പിനേക്കാളും എപ്പോഴും നല്ലത് ചില്ലുകുപ്പികളാണ്. അത് മറക്കരുത്. താങ്ക് യു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ചുമയുടെ പൊടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.